എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷനാണ്. അപ്ഡേറ്റ്സുകൾ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലാലേട്ടൻ്റെ അപ്കമിങ് ഫിലിംസിനെ കുറിച്ച്. പിന്നെ അടുത്തതായിട്ട് ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന സിനിമ തുടരുവാണ്. തുടരും സിനിമയുടെ ഒരു ബിഹൈൻഡ് ദ സീന് വന്നിട്ടുണ്ട്. 1 മിനിറ്റിൻ്റെ ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആണ്. 2 ദിവസമായി. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നതാണ്. കാണാം. കണ്ടു നോക്കാം. ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിൽ. ആ നമ്പർ തെറ്റാണ്, ഇത് പുതിയ നമ്പർ. ഇതാ ബിരിയാണി പരിപാടിയൊക്കെ ഉണ്ടല്ലേ, ആ നൃത്തം നോക്കി. ചെറുതായിട്ടൊന്ന് മൂഡ് മൊത്തത്തിൽ മാറി. നല്ലൊരു കോമഡി പരിപാടി ആയിരുന്നു, വേറെ മൂഡിലേക്ക് പോയി. ലൂഡോ കളിക്കുന്നു. എന്താ മോനെ മഹാരാജന്റെ പോസ്റ്ററോ? അജിത്ത് അല്ല, എന്തല്ലേ മ്യൂസിക് ഓരോ ലെവലിലേക്ക് കൊണ്ടുവന്നതേ, ഓരോ പരിപാടിയിൽ മാറ്റുന്നതേ. ഓക്കെ, എന്തായാലും വളരെ ജാളിയായിട്ടുള്ള ഒരു സെറ്റ്, ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സെറ്റ്. വെറുതെ അല്ല തരുൺമൂർത്തി പറഞ്ഞ 100 ദിവസം ലാലേട്ടന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റിയത്. അതും ഭയങ്കര 2024 അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കരിയറിൽ തന്നെ ആൾ കിട്ടിയ വലിയ നിമിഷങ്ങളാണ് ആ ഒരു അത്രയും സമയം എന്നുള്ളതാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് എന്ത് രസമായിട്ട് അവരെല്ലാരും കൂടി, അതായത് പക്ക പോസിറ്റീവ് മൈൻഡ് അല്ലേ നമുക്ക് കിട്ടുന്നത്. ആ ഒരു വൈബ് കിട്ടുമ്പോഴേ സിനിമയോടുള്ള താല്പര്യം കൂടുന്നുണ്ട്. അതായത് ഇതാണ് സെറ്റെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ഭയങ്കര ജാളിയായിട്ടാണ് പരിപാടികൾ മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത് അവിടെ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും സിനിമയിലും ആ ഒരു ഈ ഒരു എന്റർടൈൻമെന്റ് സാധനങ്ങളൊക്കെ നമുക്ക് സിനിമയിലും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവന്റെ മോനെ ഒരു രക്ഷയിട്ടോ ലാലേട്ടന്റെ ആ ഒരു നിലത്തിറങ്ങിയിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ലാലേട്ടനെ കാണാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യം. നമ്മളെപ്പോഴും ലാലേട്ടന്റെ കുറച്ചധികം സിനിമകൾ ഇപ്പോൾ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആകാശത്തിരിക്കുന്ന ലാലേട്ടനെയാണ് കാണുക അല്ലേ? എപ്പോഴും ഒരു ഹൈറ്റിലായിരിക്കും. പക്ഷെ ഇതിങ്ങനെ താഴെ മണ്ണിലിറങ്ങി സാധാരണക്കാരുടെ കൂടെ നിന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി. അത് ആ കോസ്റ്റ്യൂമിലും പരിപാടിയിലും ഒക്കെ ഉണ്ടത്. ആളല്ലെങ്കിൽ അങ്ങനെയാണ്, ചില ആംബിയൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ആംബിയൻസിൻ്റെ ആ ഒരു അവിടുത്തെ ആളായി മാറും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു മാറ്റം ഇതിൽ ശരിക്കും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്? പിന്നെ തീർച്ചയായിട്ടും എന്താണെങ്കിലും അടിപൊളി. ജനുവരി 30 കത്തിച്ചിരിക്കും. അതായത് ഒരു 100 കോടി. അയ്യോ, അതിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല. അതിന് 100 കോടി ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പല്ലടാ, ഫാമിലി അടിച്ചു കയറാൻ പോണ സിനിമയല്ലേ? ഫാമിലി മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ 3 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഒന്ന് മഴ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അടുത്ത അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഓക്കെ, ലാലേട്ടൻ LJP മൂവി അത് ഉണ്ടാവുമോ? അല്ല, അത് നിങ്ങൾ പറയേണ്ടതല്ല, ഞങ്ങൾ പറയേണ്ടതല്ല. നിങ്ങൾ എന്തിനാ പിന്നെ വീഡിയോ വന്നിരിക്കുന്നത് ചോദിക്കും. അല്ല, സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും ആൾറെഡി ഒരു ഡേറ്റ് ഉള്ളതാണല്ലോ, വാലിബൻ 2 വേണ്ടിയുള്ളത്. അതെ, LJPന്റെ കയ്യിൽ ലാലേട്ടന്റെ ഡേറ്റ് കിടക്കുന്നുണ്ട്. അതെ, അപ്പം അത് വെച്ചിട്ട് ഒരു സിനിമ, ഒരു നാടൻ ആക്ഷൻ മൂവി ആണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് സംഭവം കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ത്രില്ലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ LJP ചെയ്തു വെച്ചിരിക്കുന്ന വാലിബനിലെ ആക്ഷൻ എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് നിരാശ നൽകുന്നതുമാണ്, പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ തരുന്ന ഒരു സാധനം LJP ചെയ്ത അങ്കമാലി ആ സാധനത്തിലേക്ക് ഒരു നാടൻ സ്റ്റൈലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, നാടൻ സ്റ്റൈലും റിയലിസ്റ്റിക്കും ആ പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട സെറ്റ്. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കേൾക്കുന്നുണ്ട്. അത് റംബാൻ നമ്മുടെ ചെമ്പൻ വിനോദിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ ചെമ്പൻ വിനോദിന്റെ തന്നെ മറ്റൊരു സ്ക്രിപ്റ്റിലായിരിക്കും ഇത് ഒരുങ്ങുന്നത്, LJP സിനിമ ഒരുങ്ങുന്നതെന്നാണ് കേൾക്കുന്നത്. റംബാൻ തന്നെ ആയിരിക്കുമോ?
സോഷ്യൽ മീഡിയ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കും ചർച്ച ചെയ്യാം. നമ്മളാ വഴിക്ക് പോകണ്ട, കാരണം പേടിക്കണം, അത് വേറെ ഇത് വേറെയാവും. അതെ, മനസ്സിലായില്ലേ? കാരണം നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞ് പറയുന്നതാണ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചാലോ, അതൊരു പ്രശ്നമാണ്. എന്തായാലും സോഷ്യൽ മീഡിയ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. റംബാൻ ഉപേക്ഷിച്ചതാണ്, അതുകൊണ്ട് തന്നെ ചെമ്പൻ വിനോദ് മറ്റൊരു സ്ക്രിപ്റ്റിൽ LJPനെ സംവിധാനം ഏൽപ്പിച്ചിട്ട് ലാലേട്ടൻ്റെ സിനിമ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും LJP ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇതാണ് ആ ഫോട്ടോ. ഇത് കണ്ടപ്പോൾ എന്ത് തോന്നിയത്? ഇവന് ഇന്നലെ അയച്ചു തന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? നീ എന്നെ കൊണ്ട് ഇന്നലെ എന്നെ തിന്നാൻ കൊടുക്കാനുള്ള പരിപാടിയാ. രസല്ലേ? അതായത് വാലിബൻ എന്ന സിനിമയ്ക്ക് ശേഷം LJPയും ലാലേട്ടനും ആകാശത്താണ്, എയറിലാണ്. അതിൻ്റെ ഉദ്ദേശത്തോടെ രണ്ടുപേരും ഒരുമിക്കുന്നു എന്നുള്ള രീതിയിൽ എയറിലുള്ള രണ്ടുപേരും അതൊന്ന് ആദ്യം ഞാൻ പറഞ്ഞ ലാലേട്ടൻ ഇപ്പൊ എയറിലാണല്ലോ, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതിനായിരിക്കും ആൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മളൊരു സാധനം ചെയ്യുമ്പോ അതിന്റെ ഒട്ടായി കൂടി വന്നിട്ട് മികച്ചോടുന്ന് നോ പ്രോബ്ലം. അതല്ലേ ഇപ്പൊ നീ പറഞ്ഞല്ലോ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത്, അങ്ങനെ പറ്റില്ല, ഒരുമിച്ച് വരാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ അത്രേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നലെ ഞാൻ ഒരാളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തിരിച്ചെനിക്ക് മെസ്സേജ് ഇട്ടത് ഇവനാണ്. അതിന് രണ്ടുപേരും എയറിലല്ലേ, രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് വരാനുള്ള ഒരു സൂചനയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ലാലേട്ടനെ അപ്പുറത്തേക്ക് പറഞ്ഞത് ശരിക്കും LJP തന്നെയാണ്. അതൊരു സത്യം, ഒരു സംശയ കാര്യത്തിലില്ല. ആ ക്യാരക്ടർ എന്തായാലും കിടിലൻ തന്നെയായിരുന്നു, അടിപൊളി അഭിനയമായിരുന്നു ലാലേട്ടൻ്റെ. അതുകൊണ്ട് ആ രീതിയിൽ അത്രക്ക് ഉയർന്നു പൊന്തിയിട്ടില്ല LJPയുടെ ലെവലിലേക്ക്. അതെ, സിനിമയുടെ മോശം കൊണ്ട് മാത്രമേ ലാലേട്ടനെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ലാലേട്ടൻ അഭിനയിച്ച ക്യാരക്ടറിനെയോ എഫേർട്ടിനെ ഒന്നും ആരും മോശം പറഞ്ഞിട്ടില്ല. ആ സിനിമ ഒരുക്കി വെച്ച രീതിയെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. അതായത് LJPയുടെ സമീപനം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അങ്കമാലി ഡയറീസിന്റെ ഒരു റിയലിസ്റ്റിക് സ്വഭാവം അതല്ല അതിനുണ്ടായിരുന്നത്. അതെന്താവട്ടെ, ഇത് പിൻകാലത്ത്, അതായത് പിന്നീട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആയിട്ടുണ്ട് വാലിബൻ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊന്ന്, ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റൊന്ന് ഫീൽ ചെയ്തു. അതായത് ഇത് നമ്മുടെ ഒരു സംഭവം അല്ല കേട്ടോ. ലാലേട്ടൻ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ടല്ലോ. ഒരിക്കലും ഒരാൾ ഈ ലോകത്ത് ഒന്നും കംപ്ലീറ്റ് അല്ല എന്ന ആള് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സൂചന കൂടി ഇതിലുണ്ട്. അതെ, ദിസ് മൂൺ ഈസ് നോട്ട് എ കംപ്ലീറ്റഡ് വൺ. എന്താണെങ്കിലും നമ്മൾ പറയുമ്പോ എന്താണെങ്കിലും ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് തന്നെ പറയും. നമ്മളങ്ങനെ പറയുള്ളൂ. കാരണം അല്ല, ഞാൻ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ആദ്യമൊക്കെ ആ ഒരു മൂഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഞാൻ അതിൽ നിന്ന് മാറാനുള്ള ഉദ്ദേശത്തോടെ കംപ്ലീറ്റ് അല്ലാത്ത എന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. എന്താണെങ്കിലും ഈ LJP ലാലേട്ടൻ മൂവിക്ക് ശേഷം, അല്ലെങ്കിൽ അതിന് മുന്നേ വരാൻ പോകുന്ന സിനിമ, ശേഷം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അതിന് മുന്നേ വരാൻ പോകുന്ന സിനിമ, അതെ, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശേഷം. അതെ, പക്ഷെ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നേരത്തെ യെസ്. അതായത് ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ലാലേട്ടൻ മൂവി. ഇത് ആൾറെഡി കൺഫേം ചെയ്തതാണ്, ലാലേട്ടൻ തന്നെ കൺഫേം ചെയ്തതാണ്. പിന്നെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. ഇത് ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. 2025 ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങും. അതിന്റെ സെറ്റ് വർക്കുകൾ ഉടനെ തന്നെ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. 6 മാസത്തെ ഷൂട്ടായിരിക്കും. 6 മാസം ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ജിത്തു മാധവൻ ഇത് പൊളിക്കും. മേജർ ലൊക്കേഷൻ അത് ബാംഗ്ലൂർ. സിനിമ റിലീസിന് പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 2026, അതായത് വിഷു. 2026 വിഷു. ഇപ്രാവശ്യത്തെ എന്താണെന്നറിയോ, ഈദ് എമ്പുരാൻ തൂക്കിയിരിക്കും, ഓണം ഹൃദയപൂർവ്വം തൂക്കിയിരിക്കും, ക്രിസ്മസ് MMN കൊലത്തൂക്ക് തൂക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 2026 തുടങ്ങുന്നത്. 2025 അത് ലാലേട്ടുള്ളതാ. അത് എത്ര പറഞ്ഞാലും ഇനി അതിന് ഈ പറയുന്നത് കേട്ടത് ആര് വന്ന് തെറി വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ വരാനിരിക്കുന്ന സിനിമകളിലൊരു നമുക്കറിയാം ഓരോ ഡയറക്ടേഴ്സിനെയും, അല്ലെങ്കിൽ അതിൽ ലാലേട്ടൻ അവരുടെ കൂടെ കൂടുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ സമീപനം, അതായത് അതിലൊരു മാറ്റം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ മൊത്തം പരിപാടി ഒന്ന് മാറി വരുന്നുണ്ട്. ക്ലൈമറ്റ്, അതായത് കാറ്റ് ഇങ്ങോട്ട് വീശി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു സംഭവം ഉണ്ട്, ജയിലർ 2 സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണോ എന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് സംക്രാന്തിക്കായിട്ട്, പൊങ്കലിനായിട്ട് വരുന്നുണ്ട്. ഒന്ന് മിന്നോ ചെറുതായിട്ട് ഞാൻ കണ്ണുമ്പിയതാണ്, ഞാനൊന്ന് കണ്ണടച്ചോന്നൊക്കെ കരുതി. എന്താണെങ്കിലും
ഇതൊക്കെയാണ് ലാലേട്ടന്റെ 2025 വരാനിരിക്കുന്ന സിനിമ. ജയിലർ 2 വരുമ്പോ അതിൽ ലാലേട്ടൻ ഉണ്ടാവണം. പ്രൊമോയിലുണ്ടെങ്കിൽ ഞെട്ടി. ഉറപ്പല്ലേ, സിനിമയിൽ എന്തായാലും ഉണ്ടാവും. സിനിമയിൽ എന്തായാലും അത് ഷുവറാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാളും ഒരു 2 കോടി കൂടി കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഡബിൾ. 5 ആണെങ്കിൽ അല്ലെങ്കിൽ 8 ആണെങ്കിൽ ഒരു 16. അത്രല്ലേ ഉള്ളൂ. അതിന് മുതലുണ്ടല്ലോ, പിന്നെന്താ കൊടുക്കുന്നതിന് പ്രശ്നം അത്ര പോരാന്ന്. അതെ. എന്താണെങ്കിലും ഇനി മറ്റുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.